ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കണം. അപ്പോൾ ഇന്നത്തെ ഒരു വെഡിങ് വ്ളോഗാണ്. പ്രീവിയസ് വീഡിയോ കണ്ട സഫീലെ ആളുടെ വെഡിങ് ആണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇത്. അങ്ങനെ 3 ദിവസത്തെ പരിപാടിയായിരുന്നു. അപ്പോൾ ഈ 3 ദിവസത്തെ പരിപാടിയും കൂടെ നമ്മൾ ഒരൊറ്റ വീഡിയോ ആക്കിയേക്കണേന്. അപ്പോൾ ഇത് വെള്ളിയാഴ്ചത്തെ ഡ്രസ്സായിരുന്നു. ആളുടെ ഉമ്മയുടെ വെഡിങ് ഡ്രസ്സാണ് കേട്ടോ ഇട്ടത്. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു മാഷാ അല്ലാ. പിന്നെ നമ്മൾ ഹോളിൽ ചെറിയൊരു ഹോൾ എടുത്തിട്ട് അവിടെ നിന്നായിരുന്നു പരിപാടി ഉണ്ടായിരുന്നത്. മൈലാഞ്ചി ഇടലും പിന്നെ ഫോട്ടോ എടുക്കലും ഒക്കെ കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ചിട്ട് നമ്മൾ നേരെ ബ്രൈഡിൻ്റെ വീട്ടിലേക്ക് വന്നു. അവിടെയായിരുന്നു ഫുഡ്. അങ്ങനെ നമ്മൾ കസിൻസും ഒക്കെ മിക്കവരും എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാനും ഫുഡ് വേഗം കഴിക്കുകയായിരുന്നു. കാരണം മൈലാഞ്ചി ഇടാനുണ്ട് ആൾക്ക്. അപ്പം ഞാനും കസിനൊക്കെ കൂടെയാണ് മൈലാഞ്ചി ഇട്ട് കൊടുത്തത്. അപ്പം അത് കുറച്ച് നമ്മൾ രാവിലെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കി നമ്മൾ പരിപാടി കഴിഞ്ഞിട്ട് രാത്രി ഇടാമെന്ന് ഓർത്തിട്ട് അങ്ങനെ വെച്ചേക്കായിരുന്നു. ഞാൻ അന്നത്തെ ദിവസം രാത്രി അവിടെ സ്റ്റേ ചെയ്തത്. അപ്പോൾ ഇവിടെയാണെങ്കിലോ ആ സമയത്ത് ഇഷാനും പിള്ളേരും ഒക്കെ കൂടെ കുട്ടിപ്പട്ടാളൊക്കെ കൂടി നല്ല നല്ല ഡാൻസ് കളിയും ഒച്ചപ്പാടൊക്കെ ആയിരുന്നേ. കല്യാണ വീടാണല്ലോ, അപ്പോൾ ഇതൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ പിന്നെ നമ്മൾ നെക്സ്റ്റ് ഡേ ആയിരുന്നു. നെക്സ്റ്റ് ഡേ ബ്രൈഡിനെ നമ്മൾ സ്റ്റേജിലേക്ക് വിടുന്നതിൻ്റെ മുമ്പ് കുറച്ച് വീഡിയോയും ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുക്കുമായിരുന്നു. പിന്നെ നമ്മൾ കസിൻസൊക്കെ കൂടെ ആയിട്ടാണ് സ്റ്റേജിൽ ബ്രൈഡിനെ ആക്കി കൊടുത്തത്. ബ്രൈഡിന് നല്ല പേടിയുണ്ടായിരുന്നേ. പിന്നെ നമ്മൾ മെഹന്തിയൊക്കെ എല്ലാവരും കൂടെ പോയി ഇട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ ഇങ്ങനെ ഫോട്ടോ എടുക്കൽ തന്നെയാണല്ലോ മെയിൻ പണി. കല്യാണ വീട്ടിൽ പോയാൽ നമ്മൾ കസിൻസായിട്ടും ബ്രൈഡിൻ്റെ കൂടെ നിന്നിട്ടും ഫാമിലി ഫോട്ടോവും പിന്നെ നമ്മളിങ്ങനെ ആയിട്ട് നിന്നിട്ടൊക്കെ ഫോട്ടോ എടുത്തു. അതിൻ്റെ ഇടയിൽ പോയി ഫുഡൊക്കെ കഴിച്ചു കിട്ടും. എന്നിട്ട് പിന്നെയും വന്നിട്ട് ഫോട്ടോ എടുക്കൽ തന്നെയായിരുന്നു. കല്യാണ വീട്ടിൽ ഇതൊക്കെ തന്നെ ആയിരിക്കുമല്ലോ പരിപാടി. പിന്നെ നെക്സ്റ്റ് ഡേ ആയിരുന്നു. നെക്സ്റ്റ് ഡേ സഫീനെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. എല്ലാ ദിവസവും നല്ല ഭംഗിയുണ്ടായിരുന്നു മാഷാ അല്ലാ. ബ്രൈഡിനെ മേക്കപ്പ് ചെയ്തത് ആളുടെ സിസ്റ്ററാണ്. അപ്പോൾ ആളൊരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. പേജ് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം. മേക്ക് ഓവർ ബൈ നജിയ എന്നാണ് പേജിൻ്റെ പേര്. അങ്ങനെ നിക്കാഹൊക്കെ ഹോളി വെച്ചിട്ട് തന്നെ ആയിരുന്നു. ഗ്രൂം വന്ന് നിക്കാഹൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ എല്ലാവരും കൂടെ കസിൻസ് ബോയ്സും ഗേൾസൊക്കെ ആയിട്ട് എല്ലാവരും കൂടെ നമ്മൾ സ്റ്റേജിലേക്ക് ബ്രൈഡിനെ ഇങ്ങനെ കൊണ്ടുപോകണേ കേട്ടോ. അപ്പോൾ അവിടെ സ്റ്റേജിൽ കൊണ്ടുപോയി നമ്മളവിടെ ആക്കി കൊടുത്തു. അപ്പോൾ ഗ്രൂം ഇങ്ങനെ ബ്രൈഡിനെ കൈയൊക്കെ പിടിച്ച് കയറ്റി മാഷാ അല്ലാ. രണ്ടുപേരും നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഗ്രൂമിൻ്റെ ഫാമിലിയൊക്കെ സ്റ്റേജിൽ കയറിയിട്ട് അവരിങ്ങനെ നിക്കാഹിൻ്റെ ചടങ്ങ് ചെയ്യണേ കേട്ടോ. അങ്ങനെ ഗ്രൂം ഇങ്ങനെ സഫിൻ്റെ കയ്യിൽ മഹറിങ്ങനെ വെച്ച് കൊടുത്തു. പിന്നെ പെങ്ങളിങ്ങനെ കെട്ടിയൊക്കെ കൊടുക്കണ്ടായിരുന്നു. ഇത് ഗ്രൂമിൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കൊടുത്ത ഒരു ഗിഫ്റ്റാണ് കേട്ടോ. രണ്ടുപേരുടെയും ഫോട്ടോ പെയിൻറ്റ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ നമ്മിങ്ങനെ എല്ലാവരും കൂടെ ആയിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുകയാണ്. ഫാമിലി ഫോട്ടോ, ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെ ഒപ്പം നിന്ന് ഫോട്ടോ, നമ്മളെ ഫാമിലിയായിട്ട് അങ്ങനെ. പിന്നെ ഇതായിരുന്നു ഇഷാൻ്റെയും ഇക്കാക്കാൻ്റെയും ഡ്രസ്സ് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു മാഷാ അല്ലാ. പിന്നെ ബ്രൈഡിനെയും ഗ്രൂമിനെയും ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കുകയാണ് കേട്ടോ. ഫോട്ടോഗ്രാഫേഴ്സ് ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കുകയാണ്. അവർ പോകണേണ് യാത്രയൊക്കെ പറഞ്ഞ്. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ല, കരച്ചിലൊക്കെ കണ്ടിട്ട്. അങ്ങനെ ഗ്രൂമും ബ്രൈഡും കൂടെ പോയി. അന്നത്തെ ദിവസം നൈറ്റ് ആയിരുന്നു കേട്ടോ റിസപ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ ഗ്രൂമിൻ്റെ ഹോളിലേക്ക് ഇങ്ങനെ പോയി. അന്നിങ്ങനെ വീഡിയോ ഒന്നും എടുത്തില്ല, ഞാൻ ഫോട്ടോസൊക്കെ എടുത്തത്. അപ്പോൾ ഇതൊക്കെയാണ് ബ്രൈഡിനായിട്ടും ഗ്രൂമിനായിട്ടും ഫാമിലിയായിട്ടും കസിൻസൊക്കെ ആയിട്ട് നിന്നിട്ട് ഫോട്ടോ എടുത്തത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കല്യാണ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ഫർസാന നാസിം സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഓൾ.